വാമനാവതാരത്തെ പറ്റിയിട്ടും പരശുരാമന്റെ അവതാരത്തെ പറ്റിയിട്ടും തെറ്റായ ചില കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. വാമനാവതാരം പിന്നെയല്ലേ വന്നത്? ആദ്യം വന്നത് വാമനാവതാരവും പിന്നീട് വന്നത് പരശുരാമ അവതാരവുമാണ്. അപ്പോൾ എങ്ങനെയാണ് കേരളം ഉണ്ടാക്കിയത്? ശേഷം അതിന് മുമ്പാണോ വാമനൻ വന്നത്? അപ്പോൾ കേരളത്തിന്റെ രാജാവ് മഹാബലിയല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? കേരളം ഉണ്ടായത് എങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇല്ലാത്ത കേരളം ഉണ്ടാകുന്നതിന് മുമ്പാണോ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വലിയ ഒരു അബദ്ധമുണ്ട്. ആൾക്കാർക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ഓണം എന്നുള്ളതിലാണല്ലോ വിഷയം. ഇപ്പം തിരുവോണം, ഇന്ന് തിരുവോണ ദിവസമാണ്. ഓണം എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മലയാളികൾക്ക് അതിൻ്റെ കഥ അറിയാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ജനറേഷനൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഏതോ ഒരു ഡാവ് വന്നിട്ട് ഒരു ഡാവിനെ ചവിട്ടിത്താത്തിയതല്ലേ എന്ന് പറയും. അല്ലാതെ ഇത് ആരൊക്കെയാണ്, ആരെ ചവിട്ടിത്താത്തി, എന്തിന് ചവിട്ടിത്താഴ്ത്തി, ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഒരു 27 നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന തിരുവോണം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് തിരുവോണം എന്നൊരു നക്ഷത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതായത് ഓണം വലിയ ആഘോഷമാണ്, മലയാളിയുടെ ഒരു ദേശീയ ഉത്സവമാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഓണത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഓണത്തിന് പിന്നിലെ കഥകൾ നമ്മൾ നോക്കുമ്പോൾ പല കഥകളാണ് പ്രചരിക്കുന്നത്. മഹാബലി കേരളം ഭരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആ രേഖകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ മഹാബലിയെ പറ്റിയോ ബാഹുബലിയെ പറ്റിയോ ഒന്നും ഒരു രേഖകളും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ മാവേലി എന്ന് പറയുന്ന ഒരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണകാലം വളരെ സന്തോഷപ്രദമായ ആളുകൾ ജീവിച്ചു പോയിരുന്നു എന്നൊക്കെയുള്ളൊരു ഓർമ്മയുണ്ട്. അറിയില്ല, ഓർമ്മ എന്ന് പറയുമ്പോൾ നാവ് വഴി ആണ് അത്തരം ഓർമ്മകൾ അടുത്ത ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അതുപോലെ എറണാകുളത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തൃക്കാക്കര, അവിടെ ഒരു വാമനമൂർത്തി ക്ഷേത്രമുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇതിനൊക്കെ ബന്ധമുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നതുമായിട്ട് എന്തൊക്കെയോ ഒരു മിത്തോളജിക്കൽ ഹിസ്റ്ററി എവിടെ കണക്റ്റ് ആവുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെപ്പറ്റി ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഓണം മലയാളികളുടെ ആഘോഷമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് തുടങ്ങുന്നത് തന്നെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓണക്കാലത്ത് ഉയരുന്ന ഒരു ചോദ്യമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നത്. അതായത് ഓണക്കാലത്ത് ഉയരുന്ന ചോദ്യം ശബരിമല സീസണിൽ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ പുകിലുണ്ടാക്കുന്ന പോലെ ഒരു ഉദ്യമമാണ് ഇതെങ്കിലും കുറേ ആളുകളെങ്കിലും ഈ പ്രചരണത്തിന് വീഴാറുണ്ട്. ഓണം മലയാളികളുടെ തനത് ആഘോഷം തന്നെയാണ്, ഒരു സംശയവുമില്ല. അല്ലാതെ മറ്റേ സ്വീഡനിൽ പൂത്തിരി കത്തിച്ചവരുടെ ആഘോഷമല്ല ഓണം എന്ന് പറയുന്നത്. സ്വീഡനിലെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തെ കുറച്ചുകൂടി പരാമർശിക്കുന്നുണ്ട് ഈ പോസ്റ്റിൽ. പരശുരാമൻ മഴുവെറിഞ്ഞ കടലിൽ നിന്ന് വീണ്ടെടുത്ത കേരളം. നമ്മൾ ഈ പരശുരാമനെ അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പോഴൊന്നുമല്ല കാണുന്നത്. 2018 പ്രളയത്തിൻ്റെ സമയത്ത് മഴുവെറിഞ്ഞല്ല തുഴയെറിഞ്ഞുണ്ടാക്കിയ കേരളമാണിത് എന്ന് പറഞ്ഞ് ഇവന്മാർ കുറേ മറ്റേ സ്ലോഗനൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സുഡാപ്പികളും കമ്മികളും ഉണ്ട്, എല്ലാം ഒരു ടീമാണല്ലോ. ഈ കേരളത്തിനെ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആരാ പോകുന്ന നമ്മുടെ പിണറായി വിജയൻ പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. ഈ പറയുന്ന അന്ന് അഹോരാത്രം പണിയെടുത്ത മത്സ്യത്തൊഴിലാളികൾക്ക് 3000 രൂപ പ്രതിഫലം കൊടുത്തിരുന്നു. തിരുവനന്തപുരം മ്യൂസിയത്തിൽ വിളിച്ചു വരുത്തിയാണ് കൊടുത്തത്. അവർ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസത്തെ കൂലി കളഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നാൽ 3000 രൂപ ഇരിക്കട്ടെ എന്ന്. ജീവൻ വരെ കളഞ്ഞവരുണ്ട്, അറിയാമായിരിക്കുമല്ലോ, മത്സ്യത്തൊഴിലാളികൾ. പിന്നെ നമ്മുടെ സൈന്യം, ഇത് രണ്ടും, പിന്നെ കുറേ ചെറുപ്പക്കാർ, സന്നദ്ധ പ്രവർത്തകർ. ഇതാണ് അന്ന് കേരളത്തിൽ രക്ഷിച്ചത്. അല്ലാതെ മുഖ്യനൊരു ക്രെഡിറ്റും അവിടെ കൊടുക്കാനില്ല. അപ്പോൾ ഇപ്പം പലരും മാവേലി മുഖ്യനൊക്കെ ആയിട്ട് ഇന്ന് ദേശാഭിമാനി വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയന് മനസ്സിലാവും. എന്താ പരാതികളില്ലാതെ, അതായത് 3500 രൂപ പെൻഷൻ കിട്ടിയതിന് പരാതികളില്ലാതെ പരിഭവമില്ലാതെ എന്നൊരു ഹെഡ്ലൈൻ. ഉളുപ്പുണ്ടോ ഇവനൊക്കെ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. മാവേലിയായിട്ടൊക്കെ താരതമ്യം ചെയ്യാനായിട്ട് കാരണഭൂതം എന്നൊക്കെ സ്വന്തമായിട്ട് വിളിക്കുന്നില്ലേ. എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് തിരിച്ചു വരാം. പരശുരാമൻ മഴുവെറിഞ്ഞ കടലിൽ നിന്ന് വീണ്ടെടുത്ത കേരളം. പരശുരാമന് മുൻപേ അവതാരമെടുത്ത വാമനൻ്റെ കാലത്ത് മഹാബലി ഭരിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എന്നുള്ളതാണല്ലോ ചോദ്യം. അത് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. ഇന്ന് ഓണം കേരളത്തിൽ മാത്രമാണോ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം മലയാളിയായ മനുഷ്യർ ഈ ഭൂമുഖത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. അത് മഹാബലി കേരളം ഭരിച്ചതുകൊണ്ടല്ല. മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഇതുമായിട്ട് ബന്ധമില്ല. കാരണം മറ്റൊരു ചോദ്യം അതെങ്ങനെയാണെന്നോ, അതായത് അന്നും ഇന്നും മഹാബലിയുടെ പ്രജകൾ ചെയ്യുന്നത് ഒരേ കാര്യമാണ്. അവർ എവിടെയാണെന്നോ അവിടെ ഓണം ആഘോഷിക്കും. മഹാബലി കേരളത്തിലുണ്ടായിരിക്കുന്ന ആളായിരിക്കണമെന്നില്ല. പറഞ്ഞിട്ട് മനസ്സിലായോ? കേരളത്തിൽ അവർ വന്നപ്പോൾ അവരിവിടെയും ഓണം ആഘോഷിച്ചതായിരിക്കാം.
മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് മഹാബലിയുടെ പ്രജകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കപ്പെടും എന്നുള്ളതാണ്. നാട്ടിലെ പ്രജകൾ അവർ കുടിയേറിയ നാട്ടിലേക്ക് ആയിക്കോട്ടെ, അതാണ് മലയാളി ഇപ്പോഴും കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം അങ്ങനെ രീതിയിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വിശദമായിട്ട് നമുക്ക് പറയാം. അതായത് ബലി ചക്രവർത്തിയുടെ കഥയും മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായിട്ടുള്ള വാമനമൂർത്തിയുടെ അവതാര കഥയും പ്രതിപാദിച്ചിട്ടുള്ളത് വിഷ്ണു പുരാണത്തിലാണ്. അത് ഋഗ്വേദത്തിലും ഉണ്ട്. മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ മനുഷ്യജന്മമാണ് വാമനമൂർത്തി. അതിനുശേഷം എടുത്ത അവതാരമാണ് പരശുരാമൻ്റേത്. 14 മന്ത്രങ്ങളാണ് ഒരു ബ്രഹ്മാവിനുള്ളത്. അതിൽ 7ാം മന്ത്രമാണ് ഇപ്പോൾ എത്തിയത്. ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച പ്രജാപതിയും സപ്തഋഷികളിൽ നിന്ന് പ്രമുഖനായിട്ടുള്ള ചിരഞ്ജീവിയുമാണ് കശ്യപ മഹർഷി എന്ന് പറയുന്നത്. സാന്ദർഭികമായിട്ട് പറയുകയാണ്, അതായത് ഈ അടുത്ത് നടന്ന ശ്രീരാമ ജന്മഭൂമി ശിലാന്യാസ മുഹൂർത്തത്തിലൊക്കെ സപ്തഋഷികളിൽ ഒരാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ട് ദൈവജ്ഞർ പറയുന്നുണ്ട്. കശ്യപ മുനിയുടെ സാന്നിധ്യമായിരുന്നു എന്നൊക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ ഈ കശ്യപ മുനിയുടെ വിവിധ ഭാര്യമാരിൽ ജനിച്ചവരുടെ വംശപരമ്പരയായിരുന്നു ദേവന്മാരും അസുരന്മാരും. ഈ അസുരന്മാരെ ദളിത് എന്നൊക്കെ പറയുന്ന കുറേ കമ്മ്യൂണിസ്റ്റ് നെഗറ്റീവ് ഉണ്ട്, അറിയായിരിക്കുമല്ലോ. ഇതൊന്നും ഒന്നും വായിക്കാതെ ദേവന്മാരിരുന്ന് പറയുന്നത്. ഈ രാവണൻ ഒരു ബ്രാഹ്മണനാണ്, മഹാബലി ഉൾപ്പെടെ. എന്നിട്ട് ഇവരെ ദളിത് എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുപോട്ടെ, അത് സൈഡിൽ കൂടെ പോട്ടെ, നമ്മൾ വിഷയം പറഞ്ഞാൽ തീരില്ല. കശ്യപ മുനിയുടെ ഒരു പുത്രനായിരുന്നു ഹിരണ്യകശിപു എന്ന് പറയുന്ന അസുരൻ. അസുര ചക്രവർത്തിയായ ഹിരണ്യകശിപുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭക്തപ്രഹ്ലാദൻ. ആ കഥ സാക്ഷാൽ നരസിംഹമൂർത്തിയുടെ അവതാരത്തിൻ്റെ കാരണഭൂതനായിട്ടുള്ള ഭക്തപ്രഹ്ലാദൻ്റെ കഥയാണ്. അതായത് ഈ പ്രഹ്ലാദൻ്റെ മകൻ വിരോചന മഹാരാജാവിൻ്റെ പുത്രനായിരുന്നു ആര്? മഹാബലി ചക്രവർത്തി. പ്രഹ്ലാദൻ്റെ മകനാണ് മഹാബലി എന്നറിയപ്പെട്ട ഈ ബലി ചക്രവർത്തി. ദാനധർമ്മങ്ങളിൽ പുകഴ്ക്കേട്ട അല്ലെങ്കിൽ പുകഴ്പ്പെട്ട ഒരു പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള രാജാവായിരുന്നു മഹാബലി. അതേസമയം തന്നെ വില്ലാളി വീരനും യോദ്ധാവുമായിരുന്നു. ബലി അതാണ് വിശ്വവിജയിയായിട്ടുള്ള ചക്രവർത്തിയായിട്ട് മാറി. കുടവയറിനോ കോമാളിയാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കോമാളിയാകാനുള്ള സാധ്യത തീരെ ഇല്ല എന്നുകൂടി രഞ്ജിത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ സാമ്രാജ്യത്തെ മോഹങ്ങൾ അതിരുകൾ ഇല്ലാതെ പടർന്നപ്പോൾ ദേവലോകവും കീഴടക്കണമെന്ന് ബലിക്ക് തോന്നി തുടങ്ങി. അതിനായി നർമ്മദ തീരത്ത് അദ്ദേഹം ഒരു മഹായാഗം നടത്തി. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നർമ്മദ തീരത്ത്. പമ്പയോ പെരിയാറോ ഭാരതപ്പുഴയോ അല്ല. എവിടെയാണ് നടത്തിയത്? നർമ്മദ തീരത്ത്. നർമ്മദ അങ്ങ് മധ്യപ്രദേശിലെ കനകഗാന്ധി പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച മഹാരാഷ്ട്ര, ഗുജറാത്ത് വഴി കാമ്പായത്തിൽ വെച്ച് സമുദ്രത്തിൽ ചേരുന്ന മഹാനദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. കേരളത്തിലെ അല്ലാതെ. തൻ്റെ സാമ്രാജ്യത്തിൽ നദീതീരത്ത് ബലി നടത്തിയ ഈ മഹായാഗം ദേവേന്ദ്രനെ പരിഭ്രമിപ്പിച്ചു. ഇന്ദ്രൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. അതേസമയം തനിക്ക് ലഭിച്ചതിലേറെ തനിക്ക് അർഹിക്കുന്നതിലേറെ മോഹിച്ച പിഴവ് ബലി കാണിച്ചു. അതുകൊണ്ട് അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭഗവാൻ തൻ്റെ ആദ്യ മനുഷ്യജന്മമായിട്ടുള്ള വാമനമൂർത്തിയായി അവതരിച്ചു. ആ വാമന ജയന്തിയാണ് ഉത്രാടം നക്ഷത്രത്തിൽ. വാമനമൂർത്തി അവതാരമെടുത്ത സ്ഥലം ഉത്തർപ്രദേശിലാണെന്നും അതല്ല തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണെന്നൊക്കെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഏതായാലും 3 അടിയിൽ സ്വർഗവും ഭൂമിയും സ്വന്തം ശിരസും മഹാബലി വാമനൻ അടിയറ വയ്ക്കുകയും സ്വന്തം അഹങ്കാരം ബോധ്യപ്പെട്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരുന്നു. അപ്പം സമരീതനായിട്ടുള്ള വാമനമൂർത്തി മഹാബലിയെ ഭൂതലത്തിൽ നിന്ന് സുദനമൂർത്തിയായിട്ട് അവരോധിച്ചു, പാതാളത്തിലേക്ക് അവരോധിച്ചു. കൂടാതെ എല്ലാ വർഷവും തൻ്റെ ഒപ്പം ബലിക്ക് ഭൂതലം സന്ദർശിക്കാമെന്ന് തൻ്റെ പ്രജകളെ കാണാമെന്നുള്ള വാക്ക് നൽകുകയും ചെയ്തു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. ഇതിലെവിടെയാണ് കേരളം? ഇതിൽ കേരളമില്ല. അതായത് ശ്രീരാമനും പരശുരാമനും മുൻപ് നടന്ന സംഭവങ്ങളാണ് ബലിയുടെ മോക്ഷം എന്ന പുരാണങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വാമന ശേഷമുള്ള അവതാരമാണ് പരശുരാമൻ. ശ്രീരാമൻ്റെ കാലത്തും പിന്നീട് ശ്രീകൃഷ്ണൻ്റെ കാലത്തും ചിരഞ്ജീവിയായ പരശുരാമനെ നമുക്ക് പുരാണങ്ങളിൽ കാണാൻ പറ്റും. ശ്രീരാമൻ്റെ വിവാഹ സമയത്തും പിന്നീട് ശ്രീകൃഷ്ണൻ്റെ സമയത്തും കർണൻ്റെ ഗുരുവൊക്കെ ആയിരുന്നല്ലോ, ആ സമയത്തൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ രാമായണ കാലത്തും സീതാന്വേഷണത്തിനായിട്ട് ഇറങ്ങിയ ശ്രീരാമ ലക്ഷ്മണന്മാരെ സഹായിക്കുന്നത് കിഷ്കിന്ധ എന്ന വനസാമ്രാജ്യത്തിൻ്റെ അധിപതിയായിട്ടുള്ള സുഗ്രീവനാണ്. അത് വാനരമൂർത്തിയാണ്, വാനര രാജാവാണ്. ആ സുഗ്രീവൻ്റെ സൈനികർ വാനരരായിരുന്നു. വാനരർ എന്നത് കുരങ്ങൻ എന്ന് മാത്രമല്ല അർത്ഥം. വാനരർ എന്ന് പറഞ്ഞാൽ വനനരർ, അതായത് വനത്തിൽ ജീവിച്ചിരുന്ന നരർ, മനുഷ്യർ എന്നും അതിനർത്ഥമുണ്ടെന്ന് പറയുന്നു. അതായത് ഫലഭൂലാദികൾ ഭുജിച്ച് മരങ്ങളിൽ വീട് വെച്ച് കാനനത്തിൽ കഴിഞ്ഞവരായിരുന്നു ഈ മനുഷ്യർ എന്നും പറയുന്നുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ കുരങ്ങന്മാർ ആയിരുന്നില്ല, ആദിവാസികളായിട്ടുള്ള മനുഷ്യർ തന്നെയായിരുന്നു. രാവണ നിഗ്രഹത്തിലും ലങ്കാവിജയത്തിന് ശേഷം ശ്രീരാമാദികൾ അയോധ്യയിലേക്ക് മടങ്ങി, സുഗ്രീവൻ കിഷ്കിന്ധയിലേക്ക് മടങ്ങി. ഈ സൈനികർ കാനനത്തിലും മടങ്ങിയെത്തി. ശ്രീരാമനെ സഹായിച്ച കാനനവാസികളായ ഇവരെ സംസ്കൃതചിത്തരായി നാഗരികമായി ജീവിക്കാൻ സഹായിക്കാൻ പരശുരാമൻ നിശ്ചയിച്ചു. അങ്ങനെയാണ് ആ കഥ.
അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം മഴ ഉപയോഗിച്ച് കടൽ മുതൽ കാനനം വരെ വെട്ടിത്തെളിച്ച് കരയളമാക്കിയ ദേശമാണ് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത്. അവിടെ 108 ശിവക്ഷേത്രങ്ങളും 108 മഹാവിഷ്ണു ക്ഷേത്രങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും മറ്റനേകം ക്ഷേത്രങ്ങളും പരശുരാമൻ നിർദ്ദേശത്തിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോഴും ആ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീകണ്ഠേശ്വരമൊക്കെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളാണ്. ശബരിമലയുടെ മൂലക്ഷേത്രമായ പൊന്നമ്പല വീട്ടിലെ പ്രതിഷ്ഠയും പരശുരാമനാൽ സ്ഥാപിതമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കേരളം നിറഞ്ഞ ഈ കേരം നിറഞ്ഞ പൊതുദേശത്തേക്ക് നർമ്മദയുടെ തീരത്ത് നിന്ന് ബ്രഹ്മജ്ഞാനം നേടിയ അധ്യാപകരെയും വൈദികരെയും അസംഖ്യം ശില്പികളെയും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരായ ജനങ്ങളെയും പരശുരാമൻ കൊണ്ടുവന്നു. അവരിലൂടെ അവരുടെ പൂർവ്വസൂരിയായിട്ടുള്ള ബലിചക്രവർത്തിയുടെ സ്മരണകളും കേരളത്തിൽ എത്തി. ഇങ്ങനെയാണ് തദ്ദേശീയരായ ജനങ്ങൾക്കൊപ്പം ഇവിടെ വാസം ഉറപ്പിച്ച അവർ കേരളത്തിൻ്റെ കാർഷിക വിളവെടുപ്പ് കാലമായ ചിങ്ങത്തിൽ വസന്തകാല മഹോത്സവമായിട്ട് വാമന ജയന്തിക്കൊപ്പം ബലിസ്മരണയായ ഓണവും ആഘോഷിക്കാൻ തുടങ്ങി എന്നതിലാണ് കൂടുതൽ വിശ്വാസത എന്ന് കരുതുന്നു. എന്തായാലും മലയാള ഭാഷയൊക്കെ നമുക്കറിയാം, ജന്മം എടുത്തിട്ട് ഒരു സഹസ്രാന്തം പോലും ആയിട്ടില്ല. അപ്പോൾ എല്ലാ സ്നേഹിതർക്കും ഇത്തരത്തിൽ ഉള്ള ഒരു സർവ്വവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ടൊരു ഉഗ്രൻ ഓണം മാത്രം ഒരു തിരുവോണം ആശംസിക്കുന്നു. എല്ലാ മലയാളികൾക്കും എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും സ്നേഹവും നന്മകളും നിറഞ്ഞ ഒരു ഓണം ഉണ്ടാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.